Hi dears, Assalamu alaikum, welcome back. ഇന്ന് നമുക്ക് നട്ടി ബബിൾ കേക്ക് തയ്യാറാക്കിയെടുക്കാം. 1 kg കേക്കാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. സാധാരണ കേക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു നട്ടി ബബിൾ കേക്കിനുള്ളത്. ബൂസ്റ്റ് പൗഡറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അപ്പോൾ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു നട്ടി ബബിൾ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് ബേക്കിംഗ് മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ എടുക്കാം കേട്ടോ. ഹൈറ്റ് വെൽഡ് കേക്കാണെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ ചെയ്താൽ മതി. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 kg ബേസാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് മൈദയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മൈദ ഇതുപോലെ അങ്ങനെ വടിച്ചിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇനി അതിന് പകരമായിട്ട് ആ 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചതിന് പകരമായിട്ട് നമുക്കതിലേക്ക് കോൺഫ്ലോറും ബൂസ്റ്റ് പൗഡറുമാണ് ചേർക്കേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇതുപോലെ വടിച്ചിട്ട് എടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറുമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇനി അതേ ഒരു ഇതിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അതും ഇതുപോലെ കറക്റ്റ് മെഷർമെൻ്റ് ആക്കിയിട്ട് എടുക്കാം. അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അത് കട്ടയില്ലാതെ വേണം അരിച്ചെടുക്കാൻ. ബൂസ്റ്റ് പൗഡർ പെട്ടെന്ന് കട്ട കുത്തും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് ബൂസ്റ്റ് പൗഡർ ഉണ്ടെങ്കിൽ അത് കൈ വെച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് അടിയിലേക്ക് ആക്കിയാൽ മതി. ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കമ്പൈൻ ആവുന്ന വരെ. ബൂസ്റ്റ് പൗഡർ മേലെ ഇങ്ങനെ മാത്രം കിടന്നാൽ അത് പെട്ടെന്ന് കട്ട കുത്തും. നിങ്ങൾക്കറിയാലോ, പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കട്ട കുത്തുന്നത്. അപ്പോൾ അതില്ലാതിരിക്കാൻ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ച ശേഷം വേണം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 4 മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം, പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബൗളും അതുപോലെ മുട്ട ഒന്ന് വെള്ളം ഇട്ടുണ്ടാകാൻ പാടില്ല, എന്നാലേ കറക്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് നമ്മുടെ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ വരുള്ളൂ. അപ്പോൾ ആ 4 മുട്ടയും നമുക്ക് ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു മുട്ടയുടെ പൊട്ട് അതിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ആ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ അതിലേക്ക് ചേർക്കുക. ഈ ഒരു സമയത്ത് തന്നെ വാനില എസൻസും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ആ മുട്ടയുടെ സ്മെല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ബീറ്റ് ചെയ്ത് തുടങ്ങുക. ആ ബീറ്റ് ചെയ്ത് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇടവിട്ട് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാര പൊടിക്കാത്തതാണ്. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തരി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പൊടിക്കാത്തതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ തരിയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് തന്നെ യൂസ് ചെയ്യുക. 1 കപ്പ് എടുത്താൽ മതി. അപ്പോൾ നല്ല ഫ്ലഫി ആവുന്നവരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ആവും. ആ മഞ്ഞ കളറൊക്കെ പോയിട്ടൊരു വൈറ്റ് കളറിലേക്ക് മാറുന്ന സമയത്ത്, ഇതുപോലെ ഫ്ലഫി ആവുന്ന സമയത്ത് നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. കൂടി പോകേണ്ട 1/4 കപ്പ് മാത്രം മതി. അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, കൂടുതൽ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ബാറ്റർ ലൂസായി പോകും കേട്ടോ. ഇനി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ടിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുത്. ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ സ്പീഡ് കൂട്ടാതെ കാണിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. മെല്ലെ കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്തിട്ടുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഓവൺ ആണെങ്കിൽ ഓവൺ 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ പാനാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അതും പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ആ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് ഓവണിലാണ് ചെയ്യുന്നത്. പാനിൽ ചെയ്യുന്ന വീഡിയോസും ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇത് ഓവണിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 25 to 30 മിനിറ്റാണ് വെക്കുന്നത്. കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഇത് കേക്ക് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്യാം. 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. 7 ഇഞ്ചിൻ്റെ മോൾഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ഹൈറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം.
ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, ബേക്കിംഗ് ക്ലാസ് വെക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തൊരു ഇതിൻ്റെ കമൻറ്റിൽ റിപ്ലൈ ചെയ്താലും മതി കേട്ടോ. ഞാനൊരു ബേക്കിംഗ് ക്ലാസ് വെക്കണം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെക്കാമെന്നുള്ളൊരു കണ്ടീഷനിലാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചാൽ മതി കേട്ടോ. ഞാൻ അതിനനുസരിച്ച് ചെയ്യാം. അതുപോലെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ ചോദിക്കാം. ഞാൻ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ എത്രയാണോ ഫില്ലിങ്ങിൽ എത്രയാണ് ചേർക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓരോ ലെയറിലായിട്ട് വെക്കാനും പുറത്തേക്ക് കവർ ചെയ്യാനും വേണ്ടിയിട്ട്, ഫുള്ളായിട്ട് കവർ ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് നട്സൊക്കെ വേണം. അപ്പോൾ ഇതുപോലെ ഞാനൊരു 1/4 കപ്പ് ബദാമും അതുപോലെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പും ഇതുപോലെ നീളത്തിൽ ചോപ്പ് ചെയ്തതാണ്, അതൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മളിത് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. എന്നാലേ കാണാനും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മുടെ കേക്കിനെ ചുറ്റും ഇങ്ങനെ പല 2-3 കളറിൽ ഇങ്ങനെ കാണുമ്പോഴേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ 1 kg ഒരു ബേസ് വെച്ചിട്ടുണ്ട് ടേണിംഗ് ടേബിളിലായിട്ട്. ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സെൻറ്ററിലായിട്ട് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, കേക്ക് കറക്റ്റായിട്ട് അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നോസിൽ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസിങ് പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിച്ച് കൊടുത്തിട്ട് ഐസിങ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കഴിയും. പിന്നെ ഇത് ലെവലാക്കി കൊടുത്ത ശേഷം അതിൻ്റെ മേലായിട്ട് കണ്ടൻസ് മിൽക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ നമുക്ക് ഇഷ്ടമുള്ള അത്ര ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതിൻ്റെ മേലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. ഇത് സ്പ്രെഡാക്കി കൊടുത്ത ശേഷം നമുക്കതിൻ്റെ മേലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൗഡർ ഒന്ന് വിതറി കൊടുക്കണം. എന്നാലേ കറക്റ്റ് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ നട്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഈ ഒരു ലെയറിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു ലെയറിലും അതുപോലെ സെക്കൻഡ് ലെയറിലും ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതേ ഒരു സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് സെക്കൻഡ് ലെയറും ഇതുപോലെ വെക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ക്രീം ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ലെവലാക്കുക. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച ശേഷം സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ ലെവലാക്കി കൊടുക്കട്ടെ. എന്നാലേ തേർഡ് ലെയർ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. കണ്ടൻസ് മിൽക്കും അതുപോലെ ബൂസ്റ്റ് പൗഡറും നട്സൊക്കെ ചേർത്തിട്ട് അത് വെച്ച് കൊടുക്കുക. പിന്നെ തേർഡ് ലെയർ വെക്കുക കേട്ടോ. അതെല്ലാം ചെയ്തിട്ട് തേർഡ് ലെയർ വെക്കാം. തേർഡ് ലെയർ വെക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫൈനൽ ഫിനിഷിങ് ചെയ്യാം. എന്നിട്ട് ഈ സൈഡ് ഭാഗത്തൊക്കെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു പാലറ്റ് നൈഫും സ്ക്രാപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഐസിങ് ചെയ്തിട്ട് ലെവലാക്കി എടുക്കാം.
അപ്പോൾ നമ്മുടെ ക്രം കോട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. താഴെയാണെങ്കിൽ അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ മതി. ഇത് കുറച്ച് കട്ടിയുള്ളൊരു ഗനാഷാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂണ് ബട്ടറും കൂടെ ചേർക്കുന്നത്, നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഞാനിപ്പോൾ മൈക്രോവേവിൽ 30 സെക്കൻഡ് വെച്ചതാണ്. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് എടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് ഫിനിഷിങ്, നല്ല ഐസിങ് ഫിനിഷിങ് ചെയ്തെടുക്കാം. ഇനി ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കിത് ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഏകദേശമൊക്കെ ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ളത് ഒന്ന് തണുത്തിട്ടുണ്ട്. നല്ല തണുക്കാനായിട്ട് നിൽക്കരുത്. നമുക്കിങ്ങനെ ബബിൾസ് ആക്കി ഇതാക്കി കൊടുക്കാം. നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കുന്ന സമയത്ത് ഇതിങ്ങനെ ബബിൾസ് ആക്കാൻ ഈസി ആയിരിക്കും. സ്പൂൺ വെച്ച് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ബബിൾസ് ആക്കി എന്നാൽ കറക്റ്റ് നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാം വലുതാക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ ബബിൾസ് വെച്ച് കൊടുക്കുക. നമ്മളിതിലേക്ക് ലൂസുള്ള ഗനാഷ് ഒഴിച്ച് കൊടുത്താൽ അത് ഒലിച്ചിറങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ടൈറ്റിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയാൻ കാരണം. ഇപ്പോൾ ഇതെല്ലാം ബബിൾസ് ഇങ്ങനെ വരച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മേലെയായിട്ട് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ബൂസ്റ്റ് പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താലാണ് കറക്റ്റ് നമ്മുടെ നട്ടി ബബിളിൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. പെട്ടെന്ന് കട്ട കുത്തു കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ബൂസ്റ്റ് പൗഡർ കട്ട കുത്തും. അതിന് മുന്നായിട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ബബിളൊന്ന് ഹൈലൈറ്റായി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വരച്ച് കൊടുത്ത ആ ബബിളിൻ്റെ മേലെയായിട്ട് ഒന്നുകൂടെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ബബിളാക്കി കൊടുക്കുക. എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ ഒന്നും കൂടി ഇങ്ങനെ ആക്കി കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് തണുപ്പിച്ച ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നട്ട്സും ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ഉള്ള ഒരു മിക്സ് കറക്റ്റായിട്ട് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുകൂടി ആകുമ്പോഴാണ് കറക്റ്റ് നട്ടി ബബിളിൻ്റെ ഒരു ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന നട്ടി ബബിൾ കേക്കാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്